നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എല്ലായിടത്തും മുടി കാണാറുണ്ടോ? തല കഴുകിയ ശേഷം തല ചീകുമ്പോൾ ചീർപ്പ് നിറയെ മുടിയാണോ? ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ നിരാശരാണോ? എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിനുള്ള കുറച്ച് ആയുർവേദ റെമഡികളാണ് പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഷംഷീർ ബാബു, ആയുർവേദ ഫിസിഷ്യൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യാം എന്നതാണ്. ആദ്യമായി നമുക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് മുടിക്കൊഴിച്ചിൽ എന്നതാണ്. ഇതിന് കുറെ കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പോഷകക്കുറവാണ്. ഭക്ഷണക്കുറവ് കാരണമുണ്ടാകുന്ന രക്തക്കുറവും മുടിക്കൊഴിച്ചിലിന് കാരണമാകാം. ഇതിനു പുറമെ മെന്റലി ഫിസിക്കലി ഉണ്ടാകുന്ന സ്ട്രെസ് ലൈക്ക് ടൈഫോയിഡ്, ഡെങ്കു, ഉറക്കക്കുറവ്, ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യത്യാസങ്ങളും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗർഭവതികളിൽ ആർത്തവ വിരാമം എന്നീ അവസ്ഥകളിലും വിട്ടുമാറാത്ത രോഗാവസ്ഥകളിലും ചില മരുന്നുകളുടെ ഉപയോഗം എന്നിവ മുടിക്കൊഴിച്ചിലിന് കാരണമാകും. ആയുർവേദത്തിൽ 7 ധാതുക്കളിൽ അസ്ഥിധാതുവിലാണ് നമ്മുടെ മുടി. അതുകൊണ്ട് മുടിയുടെ ആരോഗ്യം നമ്മുടെ അസ്ഥിയുടെ ആരോഗ്യത്തെ പോലെ ഇരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ത്രിദോഷങ്ങൾ. വാതപ്രകൃതിക്കാരുടെ മുടി പെട്ടെന്ന് പൊട്ടുന്നതും വരണ്ടതുമായിരിക്കും. അതുകൊണ്ട് അവരുടെ മുടി വളരെ ഉള്ളു കുറഞ്ഞതായിരിക്കും. പിത്തപ്രകൃതിക്കാരുടെ മുടി തിളങ്ങുന്നതും കട്ടി കുറഞ്ഞതുമായിരിക്കും. പക്ഷേ അവരുടെ മുടി മേലേക്ക് കയറുന്നതായിരിക്കും. കഫപ്രകൃതിക്കാരുടെ മുടി ഓയലും കട്ടിയുള്ളതും ചുരുണ്ടതും കെട്ടുപിടിക്കുന്നതുമായിരിക്കും. ഈ കെട്ടുപിടിക്കുന്ന കാരണം അവരുടെ മുടിയിൽ നന്നായിട്ട് മുടിക്കൊഴിച്ചിൽ കാണാൻ നമുക്ക് സാധിക്കും. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുടിയും തലയോടും എങ്ങനെ വൃത്തിയാക്കാമെന്നാണ്. ഇതിനായി നമ്മൾ ആയുർവേദിക് നാച്ചുറൽ ഹെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ കെമിക്കൽ കാരണമുള്ള മുടിക്കൊഴിച്ചിൽ നമുക്ക് തടയാൻ സാധിക്കും. വൃത്തിയാക്കാനായി നമുക്ക് ചിക്കക്കായ്, നെല്ലിക്ക, അലോവേര, കടലപ്പൊടി, ഭൃംഗരാജ, ചെമ്പരത്തിന്റെ പൂവോ ഇലയോ ഉപയോഗിച്ച് വൃത്തിയാക്കാം. ഇതിൽ ഒന്നോ അതിൽ കൂടുതലോ ഇൻഗ്രീഡിയന്റ് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി ഹെയറിൽ മാസ്ക് പോലെ തലമുടിയിൽ പുരട്ടുക. 15 മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയുക. ഇനി നമുക്ക് മുടിയുടെ പോഷകത്തെ കുറിച്ച് പറയാം. ആയുർവേദത്തിൽ പലതരത്തിലും മുടിക്ക് പോഷകം നൽകാം. എയർ മാസ്ക് നേരത്തെ പറഞ്ഞല്ലോ. ഓയിലിംഗ് പലതരത്തിലുള്ള ഓയിലുകളുണ്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ. സിരോ അഭ്യംഗ ഹെഡ് മസാജിങ്. സിരോ അഭ്യംഗ അഥവാ ഹെഡ് മസാജിങ് ഇത് മുടിയുടെ ന്യൂട്രീഷൻ വർദ്ധിപ്പിക്കുവാനും എയർ റൂട്ടിലേക്കുള്ള സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും മുടിക്കൊഴിച്ചിൽ കുറക്കുവാനുമുള്ള നല്ലൊരു വഴിയാണ്. അടുത്തതാണ് ശിരോധാര. ഹെഡ് മസാജിനെ പോലെ ആയുർവേദത്തിലുള്ള നല്ലൊരു ചികിത്സാ രീതിയാണ് ശിരോധാര. ഇതിലൂടെ തലയോട്ടിക്ക് ന്യൂട്രീഷൻ ലഭിക്കുകയും സ്ട്രെസ് കാരണമുള്ള മുടിയുടെ കൊഴിച്ചിൽ തടയുകയും സാധിക്കുന്നു. ഇതിനായി നമുക്ക് ഓയിൽ ഉപയോഗിക്കാം, മെഡിക്കേറ്റഡ് മോര് ഉപയോഗിക്കാം, പാൽ ഉപയോഗിക്കാം, തേങ്ങാവെള്ളം ഉപയോഗിക്കാം. തേങ്ങാവെള്ളം കൊണ്ട് ശിരോധാര ചെയ്യുകയാണെങ്കിൽ മുടിക്കൊഴിച്ചിലിന് നമുക്ക് അത്ഭുതകരമായ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. ഇതിനു പുറമെ ശിരോലേപ, എയർ മാസ്കിംഗ് ഉപയോഗിച്ച് നമുക്ക് മുടിക്ക് ന്യൂട്രീഷൻ നൽകാം. ഇതിനായി നമുക്ക് പല ഔഷധപ്പൊടികളും ഉപയോഗിച്ച് അതിൻ്റെ കൂടെ തൈര്, ഉലുവപ്പൊടിയും ഉപയോഗിക്കാം. ഉലുവപ്പൊടി ഒരു രാത്രി മോരിൽ കുതിർത്തി രാവിലെ പേസ്റ്റ് രൂപത്തിലാക്കി ഉപയോഗിക്കാം. ചെമ്പരത്തിയുടെ ഇല, പൂവോ പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് എയർ മാസ്ക് ആക്കി ഉപയോഗിക്കാം. ചെമ്പരത്തി ആയുർവേദത്തിലെ ബ്യൂട്ടി പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് കരിയേപ്പിന്റെ ഇലയും. മുടിക്കും തലയോട്ടിക്കും നല്ലൊരു ന്യൂട്രീഷനാണ് കരിയേപ്പിന്റെ ഇലയും. മേൽ പറഞ്ഞ പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനുകൾ നിങ്ങളുടെ മുടിക്കനുസരിച്ച് ഒരു ആയുർവേദ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ നാച്ചുറലായി വീട്ടിൽ വെച്ച് തന്നെ മുടിക്കൊഴിച്ചിൽ തടയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.